പ്രൊസീജിയർ അതോ ബെയിൽ ഉണ്ടോ? അല്ല, അത് സാധാരണ കേസുകൾക്കൊക്കെ ചില കേസുകൾക്കൊക്കെ പിറ്റേ ദിവസം തന്നെ നമുക്ക് ജാമ്യം കിട്ടും. ഓക്കെ. വലിയ കേസുകളാണെങ്കിൽ ചിലപ്പോൾ ജാമ്യം കിട്ടാൻ serious ചിലപ്പോൾ murder സീരിയസ് പോലുള്ള ഒഫൻസ് മർഡറോ അറ്റംപ്റ്റ് മർഡറോ അങ്ങനത്തെ വലിയ കേസുകളാണെങ്കിൽ ജാമ്യം കിട്ടാൻ ഒരുപാട് സമയം എടുക്കും. ഓക്കെ. പിന്നൊക്കെ ഓരോ സമയത്ത് ഓരോ ജഡ്ജസിനും കോടതിക്കനുസരിച്ചും കേസ് ചാർജ് ചെയ്ത കേസിനനുസരിച്ചൊക്കെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ പീഡോഫൈലിന്റെ ഒരു ഇൻസിഡൻസ് പറഞ്ഞില്ലേ, അപ്പൊ അതിലും അതൊക്കെ ഈ ക്രിമിനലിലാണോ ബന്ധപ്പെടുന്നത്? അത് ക്രിമിനൽ കേസാണ്. അത് ക്രിമിനലാണ്. അത് ശരിക്കും ക്രിമിനൽ കേസാണ്. പക്ഷെ അത്തരം കേസുകൾക്ക് അങ്ങനെ കൂടുതൽ സമയമൊന്നും കിടക്കാതെ തന്നെ ജാമ്യം കിട്ടാറുണ്ട്. കാരണം അത് പിന്നെ ഒരു റിയൽ ഇൻസിഡന്റ് അല്ലാത്തത് കൊണ്ട് സാധാരണ പിറ്റേ ദിവസമൊക്കെ തന്നെ ജാമ്യം കിട്ടാറുണ്ട് അങ്ങനത്തെ കേസ്. മനസ്സിലായി. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലായത്, നമ്മൾ ഒരു UK വന്ന ഒരു മലയാളിയാണെങ്കിൽ ഒരു സോളിസിറ്ററിനെ പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതായിരിക്കും. അല്ല, ഇനി പരിചയപ്പെട്ടില്ലെങ്കിലും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് വളരെ നല്ലത്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഒബ്സർവ് വന്നത്. ഇത് വളരെ നല്ലൊരു ഇൻഫർമേഷൻ ആണ്. കാരണം പലർക്കും അറിയാതെ പലരും പലതിലും പോയി പെടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ശരിക്കും